അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ യാത്ര വീണ്ടും മാറ്റി. വിക്ഷേപണം നാളെ നടക്കാനാണ് സാധ്യത. റോക്കറ്റിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് സൂചന. വിശദാംശങ്ങളുമായി മധു കൊട്ടാരക്കര അല്പസമയത്തിനകം ന്യൂജേഴ്സിയിൽ നിന്ന് ചേരും. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ആക്സിയം 4-ന്റെ ആ ഒരു യാത്ര മാറ്റിവെച്ചിരുന്നു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഫാൽക്കൺ 8 റോക്കറ്റിലാണ് ഇവർ ബഹിരാകാശത്തേക്ക് പോകുന്നത്. ആദ്യമായി ബഹിരാകാശ നിലയം സന്ദർശിക്കാൻ പോകുന്ന ഇന്ത്യക്കാരനെന്ന സവിശേഷതയും അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശുഭാംശു ശുക്ല. അദ്ദേഹത്തിന്റെ ബഹിരാകാശ യാത്ര കഴിഞ്ഞ ദിവസം നടക്കാനിരിക്കെയാണ് അവസാന നിമിഷം അത് മാറ്റിയത്. മോശം കാലാവസ്ഥ കാരണമാണ് അത് ആദ്യത്തെ ദൗത്യം മാറ്റിവെച്ചത്. കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് ആ യാത്ര നടക്കുമെന്നായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. പക്ഷേ ഇപ്പോൾ റോക്കറ്റിന് ചില സാങ്കേതിക തകരാറുകളുണ്ട്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന കമ്പനിയുടെ റോക്കറ്റുകൾ തുടർച്ചയായി പരാജയപ്പെടുന്നുവെന്ന വാർത്തകളൊക്കെ വരുമ്പോഴാണ് ഈ ആക്സിയം 4 ദൗത്യവും വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നുവെന്ന വാർത്ത ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര അറിയിക്കുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു ദൗത്യം നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ അവിടെയും ഈ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് അത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അവിടെയാണിപ്പോൾ ഇന്നത്തെ ദൗത്യവും സാങ്കേതിക തകരാറിനെ തുടർന്ന് മാറ്റുന്നത്. ബഹിരാകാശ സഞ്ചാരത്തിൽ ഒരു വലിയ ചരിത്രം കുറിക്കാൻ, പുതിയൊരു അധ്യായം കുറിക്കാൻ ഒരുങ്ങുന്ന മിഷനാണ് ആക്സിയം 4 മിഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രികനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനൊപ്പം വിവിധ രാജ്യങ്ങളുടെ പോളണ്ടും ഹംഗറിയും 40 വർഷത്തിന് ശേഷം മനുഷ്യ ബഹിരാകാശ യാത്രയിലേക്ക് തിരികെ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നുണ്ട് ശുഭാംശു ശുക്ല. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ വീണ്ടും ബഹിരാകാശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അതിനിടയിലാണ് ഈ ദൗത്യം വീണ്ടും മാറ്റി എന്ന വിവരം പുറത്തുവരുന്നത്. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഇന്നലെയായിരുന്നു നേരത്തെ ദൗത്യം നിശ്ചയിച്ചത്, അത് പിന്നീട് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ദൗത്യവും മാറ്റുന്നു. സാങ്കേതിക പ്രശ്നമാണോ ഇത്? ഇനി ദൗത്യം എന്നായിരിക്കുമെന്നത് സംബന്ധിച്ച് അറിയിപ്പ് വരുന്നുണ്ടോ മധു? ഗുഡ് മോർണിംഗ് റീജിത്ത്, ക്രിസ്റ്റീന. ഇന്ന് ഈ ഫ്ലോറിഡയിലെ ഈ കെന്നഡി സ്പേസ് സെന്ററിന്റെ ഭാഗത്തൊക്കെ ഉച്ചവരെ നല്ല കനത്ത മഴയായിരുന്നു. ഇപ്പം കാലാവസ്ഥ അല്പം തെളിഞ്ഞെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിലും മഴയും അതുപോലുള്ള കാലാവസ്ഥ അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണ് കണ്ടുവരുന്നതെന്നാണ് കാലാവസ്ഥ വിഭാഗത്തിൽ നിന്ന് വരുന്നത്. ഒരുപക്ഷെ അതും ഒരു പ്രധാന കാരണമായിരിക്കാം ഈ യാത്ര മാറ്റിവെച്ചത്. റോക്കറ്റിന്റെ ചില സാങ്കേതിക തകരാറിനെ പറ്റി സ്ഥിരീകരിക്കാത്ത വാർത്തകളും വരുന്നുണ്ട്. 4 ക്രൂ അംഗങ്ങളായിരുന്നു ഇന്ന് പുറപ്പെടാനായിട്ട് തയ്യാറെടുത്തിരുന്നത്. ഇന്നലെയായിരുന്നു, അതാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇന്ന് വൈകുന്നേരം ഏതാണ്ട് ഇന്ത്യൻ സമയം 5:30 ഈ ദൗത്യം എല്ലാം പൂർത്തീകരിച്ച് പോകാനായിട്ട് വെച്ചിരുന്നത്. പക്ഷേ ശക്തമായ കാറ്റ് വീശിയത് കാരണമാണ് ഇന്നത്തേക്ക് വീണ്ടും മാറ്റിയത്. ആക്സിയം 4 എന്നറിയപ്പെടുന്ന ഈ ദൗത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏതാണ്ട് 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമാണ്. ഇതിൽ നാസയിൽ നിന്ന് വിരമിച്ച ബഹിരാകാശ യാത്രിക പെഗി വിൽസൺ ആണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യക്ക് ഏറെ അഭിമാനിക്കാവുന്ന രീതിയിൽ ISROയുടെ ശുഭാംശു ശുക്ലയാണ് ഇതിന്റെ പൈലറ്റായിട്ട് പോകാനായിട്ട് തീരുമാനിച്ചത്. അത് ഏതാണ്ട് 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തേക്കുള്ള ഈ ദൗത്യത്തിന്റെ ഭാഗമായി വരുന്നത്. ശ്രീജിത്ത്, കൃഷ്ണ. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മധു, ഈ വാർത്ത വരുന്നത് ഈ സ്പേസ് എക്സിന്റെ ദൗത്യങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്നു എന്ന ആ ഒരു വാർത്തകൾക്കിടയിലാണല്ലോ ഇപ്പോൾ ഈ വിക്ഷേപണം വീണ്ടും തടസ്സപ്പെടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണ, സ്പേസ് എക്സിന് തുടർച്ചയായിട്ട് തിരിച്ചടിയാണ്. തന്നെയുമല്ല, ഇപ്പൊ എലോൺ മസ്കിനെ സംബന്ധിച്ച് ടെസ്ലയുടെ കാര്യത്തിലായാലും സ്പേസ് എക്സിന്റെ കാര്യത്തിലായാലും തന്നെയല്ല, ഡൊണാൾഡ് ട്രംപുമായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ വാർത്തകൾ കണ്ടതാണ്. ഈ സ്പേസ് എക്സിന്റെ ബഹിരാകാശ ദൗത്യം ഡീകമ്മീഷൻ ചെയ്യുമെന്നൊക്കെയുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ നിന്നൊക്കെ മാറുകയും ചെയ്തിരുന്നു. പക്ഷേ സ്പേസ് എക്സിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായ വാർത്തകളല്ല നമുക്ക് ഈ രാവിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കൃഷ്ണ. മധു കൊട്ടാരക്കര വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ വീണ്ടും ബഹിരാകാശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശുഭാംശു ശുക്ലയുടെ സാന്നിധ്യം അത് വളരെ അഭിമാനകരമാണ്. പക്ഷേ ഇപ്പോൾ ആക്സിയം 4 ദൗത്യം വീണ്ടും മാറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 5:30 വിക്ഷേപണം തീരുമാനിച്ചിരുന്നത്. പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്, സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇനി എപ്പോൾ ആ ദൗത്യം പുനരാരംഭിക്കും എന്നത് സംബന്ധിച്ച് ഉള്ള അവ്യക്തത ഇപ്പോൾ നിലനിൽക്കുകയാണ്. അല്പസമയത്തിനകം അതിലൊരു വ്യക്തത വരും എന്നാണ് കരുതുന്നത്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.